ചിലർ ഇപ്രകാരം ശ്രദ്ധിക്കുക, അനുഗ്രഹം തടയപ്പെട്ടു എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ അനുഗ്രഹം തടയപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്തു ചെയ്താലും പരാജയം, എത്ര ട്രൈ ചെയ്താലും വിസ റിജക്ഷൻ ആവും, എത്ര ശ്രമിച്ചാലും ബിസിനസ് ഉയരത്തില്ല, എന്തൊക്കെ കാണിച്ചാലും കുടുംബത്തിൽ യാതൊരു സ്വസ്ഥതയില്ല, എന്തൊക്കെ ചെയ്താലും ജീവിതത്തിൽ യാതൊരു മാറ്റമില്ല. ഇങ്ങനെ അനുഗ്രഹം തടയപ്പെട്ടു, അല്ലെങ്കിൽ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉയർച്ചയില്ല എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവർക്ക് വേണ്ടിയാണ് ദൈവം ഈ വചനം പറയുന്നത്. യേശുവെ ആരാധിക്കുന്നു, യേശുവെ ആരാധിക്കുന്നു, യേശുവെ ആരാധിക്കുന്നു. രണ്ടാമത്തെ കൂട്ടരോട് പറയുന്നത് ദൈവ ആത്മീയതയിൽ വളരാൻ സാധിക്കുന്നില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? ആത്മീയതയിൽ വളരാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന ജീവിതത്തിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു 10 ദിവസം നിലനിൽക്കും, 15 ദിവസം താഴെ വീഴും. വചനം കേൾക്കുമ്പോൾ ഉറക്കം വരുന്നു, കേട്ട വചനം വായിച്ച വചനം ഉള്ളിൽ നിൽക്കുന്നില്ല. ഇങ്ങനെയൊക്കെയാണ് അവസ്ഥയെങ്കിൽ ആ വ്യക്തിയുടെ സ്ഥിതി വളരെ അപകടമാണ്. എങ്ങനെയാ? വചനത്തിൽ നിലനിൽക്കാൻ പറ്റുന്നില്ല. വചനം കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കും? ചിലർ നല്ല ഉറക്കം ഉറങ്ങും. അത് നമ്മളെ വചനം കേൾക്കുന്നതിൽ നിന്ന് അന്ധകാര ശക്തി തടയുന്നുണ്ടെങ്കിൽ നമ്മളെ ഉറക്കിക്കളയും. സ്തോത്ര, ഹല്ലേലൂയ, യേശുവേ ആരാധന. പല രീതിയിൽ ശാരീരിക ക്ഷീണമുണ്ട്, അത് മാറ്റിവെച്ചു, അത് ഓക്കെ, അതെല്ലാം ശരി തന്നെ. എന്നാലും വചനം കേൾക്കുമ്പോൾ സ്വാഭാവികമായ രീതിയിൽ നമ്മൾ ഉറക്കം വരുന്നുണ്ട്. അല്ലെങ്കിൽ കേട്ട വചനം, ഇപ്പം ഇവിടെ നിന്നൊരു വചനം പറഞ്ഞു, ഇവിടെ നിന്ന് ബസ് കയറി വീട്ടിലെത്തി കഴിയുമ്പോൾ എന്താ ഇവിടെ ഹാളിൽ പറഞ്ഞെന്ന് ഒരു വചനം പോലും അവർ ഉള്ളിൽ നിൽക്കത്തില്ലെങ്കിൽ നിൻ്റെ ഉള്ളിൽ വിതച്ചതിനെ സാത്താൻ എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുക. എന്ന് പറഞ്ഞാൽ നിന്നെ വളരാൻ അനുഗ്രഹിക്കാത്ത എന്തോ ഒന്ന് നിന്നെ തടയുന്നുണ്ട്. വചനം കേൾക്കുമ്പോൾ അനുഗ്രഹിക്കാത്ത 30ഉം 60ഉം മേനി വിളയേണ്ട ആ വ്യക്തിയെ വളരാതിരിക്കാൻ അന്ധകാര ശക്തി എൻ്റെ ഉള്ളിൽ നിന്ന് എന്തെടുത്ത് കളയുക? അയ്യോ ഒന്ന് പറ. അവൻ കേട്ട വചനം എടുത്ത് കളയുക. ഇന്ന് നമ്മുടെ സ്ഥിതി വളരെ അപകടമാണ്. നമ്മുടെ ഉള്ളിൽ നിന്ന് വചനം പോയാൽ നമ്മൾ നശിച്ചു പോകും. നേരത്തെ ഇവിടെ ബ്രദർ പറഞ്ഞു, ശാപമായിരിക്കും. ഒരുവൻ കേട്ട വചനത്തിൽ നിന്ന് അവൻ പിൻവലിഞ്ഞാൽ അവനെ കഷ്ടതയ്ക്ക്. ഹെബ്രായർ 10 നമ്മൾ വായിച്ചു, ഹെബ്രായർ 6:4 വായിച്ചു. ദൈവവചനത്തെ നിന്ദിച്ചാൽ നിനക്ക് ശാപമായിരിക്കും. സ്തോത്ര, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. ചിലർക്ക് ഇങ്ങനെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ, എനിക്ക് പറ്റുമോ, ഈ ജോലി കിട്ടുമോ, ഇന്നത് പഠിക്കാൻ പറ്റുമോ, വിദേശത്ത് പോകാൻ പറ്റുമോ, വീട് വെക്കാൻ പറ്റുമോ, ഇന്നത്. അവർക്ക് സംശയമാണ്, ഇതൊക്കെ സാധിക്കുമോ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിങ്ങനെ വിട്ടു, പ്രതീക്ഷയൊന്നുമില്ല. ചിലർ കണ്ടിട്ടില്ലേ? ശ്രദ്ധിക്കണമേ, വർഷങ്ങളായിട്ട് അവൻ്റെ ബൈക്കൊന്നും മാറാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ആ പഴയ ബൈക്ക് പൊട്ടിയ സൈഡ് ഗ്യാപ്പ് സെല്ലോ ടൈപ്പ് ഇട്ട് ഒട്ടിച്ചിട്ടാണ് ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. വർഷങ്ങളായിട്ട് ഒരു ഉടുപ്പ് വാങ്ങി മാറി ഉപയോഗിക്കാൻ സാധിക്കാത്തവരുണ്ട്. ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ട് നാളുകളായി. ഒരു നല്ല എന്താ പറയുക, ഒരു ജീവിത സാഹചര്യങ്ങൾ അവൻ്റെ ചിന്തയിൽ പോലുമില്ല. ഇങ്ങനെ ഒരു ഇരുൾ ജീവിതമാണ്. സ്തോത്ര, ഹല്ലേലൂയ, യേശുവേ ആരാധന. പഴയ വസ്തുക്കളാണ് ഇപ്പോഴും വീട്ടിലിരിക്കുന്നത്. പണ്ട് എൻ്റെ വീട്ടിൽ TV ഉണ്ടായിരുന്നു, എന്നെക്കാൾ പ്രായം ഉണ്ടായിരുന്നു. ഞാൻ എന്നും പറയും, ദയവേത് ഇതൊന്ന് മാറ്റാൻ പറയും. നമ്മളിങ്ങനെ തൊട്ട് വിടണം TV കാണുമ്പോൾ, കാരണം എന്നെക്കാൾ മൂത്തതാണ് ഒരു TV. അപ്പം അവർക്ക് ഇപ്പം നമ്മളീ പിള്ളേർ ഈ ഓരോ വീട്ടിൽ ഈ QLED ഒക്കെ കാണുമ്പോൾ നമുക്കൊരാഗ്രഹം, ഇതൊന്ന് മാറ്റി എന്ന് പറയും. വീട്ടുകാർ സമ്മതിക്കത്തില്ല. ആ പിക്ചർ ട്യൂബുള്ള ഇത്രയും തടിയും മുഴുപ്പുള്ള TV തന്നെ മതി, അനങ്ങത്തില്ല. അപ്പം ഞാനത് ഇങ്ങനെ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇവരുടെ ഉള്ളിൽ നിന്നത് മാറാത്തത് എന്ന് ചിന്തിക്കും. എൻ്റെ ഒരു സഹോദരനുണ്ട്, അവൻ ബൈക്ക് വാങ്ങിയത് 2006 മറ്റാന്ന് തോന്നുന്നു വാങ്ങിയത്. ഈ ബൈക്ക് വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഹെൽമെറ്റ് കിട്ടി. ഇന്നും ആ ഹെൽമെറ്റാണ്. ആ ഹെൽമെറ്റിൻ്റെ വയസ്സ് നിങ്ങളെക്കാളും പ്രായമുണ്ട്, ചില പിള്ളേരെക്കാളും. 2006 വാങ്ങിയ ഹെൽമെറ്റാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഏകദേശം 18 വയസ്സ് പ്രായം. ഞങ്ങളവൻ വരുമ്പോഴേ ഇങ്ങനെ നോക്കും, ദൈവമേ. എന്ന് പറഞ്ഞാൽ ചിലർ നിൽക്കുന്ന ആ സാഹചര്യത്തിൽ നിന്ന് മാറാൻ തയ്യാറല്ല, അവനെങ്ങനെ കെട്ടിയിട്ടേക്കും പോലെ ഇട്ടേക്കുക. സ്തോത്ര, ഹല്ലേലൂയ. ചില വീടൊക്കെ വീട് വെച്ചപ്പോൾ പെയിൻ്റ് അടിച്ചതാ, ഇപ്പം 20 വർഷം കഴിഞ്ഞ്. വീട് വെച്ചപ്പോൾ അടിച്ച പെയിൻ്റാ, അത് തന്നെ ഫസ്റ്റ് കോട്ട അടിച്ചിട്ടുള്ളൂ, സെക്കൻഡും ഇല്ല. കുമ്മായം പൂശിക്കിടക്കുക, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. മാറാൻ
ഒരു പുതുക്കം പ്രാപിക്കാൻ നിനക്ക് സാധിക്കുന്നില്ല. നിനക്കും പറ്റുന്നില്ല, നിന്റെ ഭവനത്തിലും പറ്റുന്നില്ല. ഒരു പുതുക്കം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിലാണെങ്കിൽ പഴയതിൽ ഇങ്ങനെ 20 വർഷം കിടക്കാൻ അനുവദിക്കുന്ന ദൈവമല്ല ഇസ്രായേലിന്റെ ദൈവം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? സ്തോത്രം. ദാവീദേ, നീ ആട്ടിൻതൊഴുത്തിൽ കിടക്കാനുള്ളതല്ല ദാവീദേ. അഭിഷേക തൈലം നിന്റെ മേൽ വീണാൽ നിന്നെ ആദ്യം പിടിച്ച കൊട്ടാരത്തിൽ കയറ്റും. കൊട്ടാര ശുശ്രൂഷകനായി കൊട്ടാരത്തിൽ സൗളിന്റെ കൂടെ നിന്ന് കൊട്ടാരത്തിന്റെ ഡിസിപ്ലിനൊക്കെ നീ പഠിച്ചു. കാര്യം ഒറ്റയടിക്ക് രാജാവാക്കാൻ പറ്റില്ല, കാരണം ഇടയനായിട്ട് വന്നവനാ നീ കൊട്ടാരത്തിൽ സൗളിന്റെ കൂടെ വളർന്ന് എങ്ങനെ കൊട്ടാര ജീവിതവും അവിടുത്തെ ഡിസിപ്ലിൻ ആൻഡ് മാനേഴ്സ് നിന്നെ പഠിപ്പിക്കും. അത് കഴിഞ്ഞ് വേറെ ദേശത്ത് നിന്ന് അവിടുത്തെ കൾച്ചർ നിന്നെ പഠിപ്പിക്കും. ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് അവസാനം നിന്റെ മേൽ രാജത്വത്തിന്റെ ആ വാഗ്ദാനം നിന്നെ രാജാവായിട്ട് ദൈവം കേറ്റും. ഒരു കൊട്ടാരത്തിൽ കിടന്ന ദാവീദിന് അടുത്ത കൊട്ടാരം ദൈവം പണിത് കൊടുത്തു. സ്തോത്ര, ഹല്ലേലൂയ. നിന്റെ സ്ഥിതി മാറണം, സ്ഥിതി ഉയരണം. ക്രിസ്തീയ ജീവിതത്തിൽ ഉയർച്ചയാണ് തെളിവ് ദൈവം കൂടെ ഉണ്ടെന്നുള്ളത്. സ്തോത്ര, ഹല്ലേലൂയ. ഇവിടെ പ്രാർത്ഥിക്കുന്നവനാ. വീട് പഴയത്, ഞാൻ അവരുടെ വീടിനെ പറയുന്നത്, വീട് ഇങ്ങനെ പഴയ അവസ്ഥയിൽ ഇങ്ങനെ ഇരുട്ട് വീണ് കിടക്കുന്ന വീടാകരുതെന്ന് ഞാൻ അർത്ഥം. എല്ലാം പഴയതൊന്നും പുതുക്കാൻ, ഒന്ന് മാറാൻ തയ്യാറാകാത്ത അവസ്ഥയാണെങ്കിൽ നീ ഒന്ന് മാറി ചിന്തിക്കണം. സ്തോത്ര, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വീട്ടിൽ TV കഥ പണ്ട് പറഞ്ഞ പോലെയാണ്. ഒരു പഴയൊരു ബൈക്ക് ഉണ്ടായിരുന്നു വീട്ടിൽ. എൻ്റെ കൂടെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരെല്ലാം ഹോണ്ട കരിസ്മയിൽ വരുമ്പോൾ ഞാൻ CD 100 ചെല്ലും. ഇവരെല്ലാം എന്നെ കളിയാക്കും. എൻ്റെ അപ്പനെ ഇതൊന്നും മാറ്റിത്തരാൻ പറ്റത്തില്ലെന്ന് ചോദിക്കും. അപ്പം ഞാൻ എൻ്റെ ഗതികേട് വെച്ച് ചോദിക്കും, ദൈവം എൻ്റെ വീട്ടിൽ ഈ പഴഞ്ചൻ ബൈക്കൊന്ന് മാറ്റിക്കിട്ടണേ. നമുക്ക് അവനെ കണ്ടിട്ട് തുള്ളാനല്ല ഉദ്ദേശം. ഐ നീഡ് ആൻ അപ്ഡേഷൻ. ഒരു പുതുക്കം വേണം. പഴയ നൈറ്റി ഒന്ന് മാറിയിട്ട് പുതിയ നൈറ്റി വാങ്ങിയിട്ട് എത്ര നാളായി? ഇപ്പോഴും ആ കരി പിടിച്ചല്ല നടക്കുന്നത്. ബ്രദേഴ്സിനോട് ഞാൻ ചോദിക്കുക, ഒരു നല്ല ഷർട്ട് നിങ്ങൾ 2024 പുതിയത് വാങ്ങിയിട്ടുണ്ടോ? ഇപ്പോൾ ഏപ്രിൽ മാസമായി, 4 മാസമായി 2024 പിറന്നിട്ട്. ഒരു പുതിയൊരു 5 ജോഡി ഷർട്ട്, 5 വേണ്ട 2 എണ്ണം. ഞാൻ കൈ ഉയർത്താനൊന്നും പറയുന്നില്ല, അത് അവനവൻ വിചാരിച്ചാൽ മതി. സ്തോത്ര, ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്തോത്ര, ഹല്ലേലൂയ. പലരുടെ അവസ്ഥ വളരെ മോശമാണെന്നേ, അല്ലേ? ഞാൻ ചില കാര്യം പച്ചയ്ക്ക് പറയാൻ എനിക്ക് മടുപ്പുണ്ട്. ഒരു ഇന്നർ ഡ്രസ്സുകൾ പോലും അത് പുതിയത് വാങ്ങാൻ, ടു ബി ഫ്രാങ്ക്, സാധിക്കുന്നില്ല. പണ്ടത്തത് അല്ല, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ, നമ്മുടെ അവസ്ഥയൊന്ന് ചിന്തിക്കാൻ പറഞ്ഞതാ. ഇതെല്ലാവർക്കും ബാധകമായ കാര്യമുണ്ടാണ് പറഞ്ഞത്. യേശുവെ ആരാധിക്കുന്നു. ഇപ്പോഴും പഴയ സാധനം, ക്ലാവ് പിടിച്ച കുക്കറാ ഇപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്നത്. ഇല്ലേ, കെട്ടിക്കൊണ്ട് വന്നപ്പോൾ അപ്പച്ചൻ വാങ്ങിച്ചു തന്നതാ 2 ലിറ്ററിൻ്റെ മറ്റേ ഹോക്കിങ്സ് പ്രഷർ കുക്കർ. അതിൻ്റെ അടി ചെളിയാണ്, സൈഡിൽ ഇറച്ചിച്ചാറെല്ലാം വീണ് അതിൻ്റെ കളറ് പോയി. ഇപ്പോഴും അത് തുറന്നു കഴിഞ്ഞാൽ പാറ്റ ചാടിപ്പോവും. എന്നാലും അത് വെച്ചിട്ടേ നമ്മൾ ജീവിക്കത്തുള്ളൂ. പഴയതാ. എൻ്റെ വീട്ടിലൊരു ഗ്യാസ് സ്റ്റൗ ഉണ്ടായിരുന്നു. ആ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിൽ ഇത്ര അട്ടില്ല ദോശമാവ് അടുക്കി കിടക്കുന്നത്. അത് കുത്തണമെങ്കിൽ ഇനി സിമെൻറ്റ് കുത്തും പോലെ വേണം കുത്താൻ. ഞാൻ അമ്മയോട് പറയും, ഇത് സാറൊന്ന് മാറ്റ്. ഇത് പല വീട്ടിലെ അവസ്ഥയാണ്. ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ധാരാളിത്തത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, പോസ്റ്റ് ലൈഫിൻ്റെ കാര്യമല്ല പറയുന്നത്. അറ്റ്ലീസ്റ്റ് നമ്മുടെ ബേസിക് റിക്വയർമെൻറ്റ്സ്, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും മോശമായി കിടക്കരുത്. കാരണം ക്രിസ്തീയ ജീവിതത്തിൽ ഒരുവൻ വന്നു കഴിഞ്ഞാൽ ദൈവം അവനെ പുതുക്കി പുതുക്കി അനുഗ്രഹിക്കുന്നതാണ് ആ ദൈവം. പഴയ സ്ഥിതി നിന്റെ മാറും. ഭൗതിക കാര്യവും ആത്മീയ കാര്യവും ഇങ്ങനെ തന്നെ. നിന്റെ ഭൗതിക കാര്യം ഇതൊരു നിഴല. നിന്റെ ഭൗതിക കാര്യവും ഇങ്ങനെ ചതം ചരിഞ്ഞ കിടക്കണമെങ്കിൽ നിന്റെ ആത്മീയ ജീവിതം അങ്ങനെ തന്നെയാണെന്ന് അർത്ഥം. സ്തോത്ര, ഹല്ലേലൂയ. നിന്റെ വീട്ടിലെ സ്റ്റൗ ഇപ്പോഴും ഞാൻ പറഞ്ഞ പോലെ പഴയതാണെങ്കിൽ നിന്റെ ആത്മീയവും ഇങ്ങനെ പഴയത് തന്നെയാണ്. നിനക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. സ്തോത്ര, ഹല്ലേലൂയ. സ്വഭാവത്തിലും ഇങ്ങനെ തന്നെ. നീ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ വായാടി സ്വഭാവമാണ്. ദൈവം വെറുക്കുന്ന ഒന്നാണ് ടോക്കേറ്റീവ് നേച്ചർ. നിന്റെ വായാടി സ്വഭാവം, നാവിനെ നിയന്ത്രിക്കാത്ത അവസ്ഥ. 10 വർഷമായി പ്രാർത്ഥനയിൽ ഇപ്പോഴും അതേ സ്വഭാവം. നിനക്ക് യാതൊരു മാറ്റവും വന്നിട്ടില്ല. നിന്റെ ആത്മാവിനൊരു പുതുക്കം വന്നിട്ടില്ല. ഇപ്പോഴും നിനക്ക് പഴയ കുശുമ്പ് പറയുന്ന സ്വഭാവം. 5 വർഷമായി പ്രാർത്ഥന. നേരത്തെ 1 വർഷത്തിന് മുകളിലായ ഒരു കൈവെക്കാൻ പറഞ്ഞു. ഞാൻ ഇങ്ങനെ നോക്കും, എത്ര പേരാ
ഒരു വർഷത്തിലെങ്കിലും നിലനിൽക്കുന്നത് ദൈവവചനത്തിൽ. ദൈവവചനം നിലനിൽക്കുക എന്ന് പറയുന്നത് ഒരു കൃപയാകട്ടോ. ആ ഒരു വർഷക്കാരായിട്ട് കൈപൊക്കിയവരൊക്കെ ഒന്ന് ഓർത്തോണം. നീ കൈപൊക്കി, നിന്റെ സ്വഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടോ? അരുൺ എന്ന വ്യക്തി പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുൻപ് ഒരു സ്വഭാവം, ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു അരുണിന്. എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അരുൺ എത്ര വർഷമായി ഇപ്പം? 8 വർഷമായി അരുൺ. 8 വർഷം ഇങ്ങോട്ട് പോന്നപ്പോൾ പഴയ സ്വഭാവം ഇപ്പോഴും ഉണ്ടോ ഇല്ലയോ? ഒരു ഭൂരിഭാഗം മാറിയില്ലെങ്കിലാണ് അരുൺ പേടിക്കേണ്ടത്. അരുണിന്റെ ക്യാരക്ടറിൽ യേശു ഇറങ്ങിയിട്ടില്ല എങ്കിലാണ് അരുണിന്റെ ക്യാരക്ടർ മാറാത്തത്. സ്തോത്രം, ഹല്ലേലൂയ. അരുണിന് പണ്ടത്തെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന സ്ഥിതിയാണോ, ഭൗതിക സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. താഴോട്ടാണ് പോയ, മുകളിലേക്കാണ് പോയെ? മുകളിലോട്ടാണ് പോകേണ്ടത്. ഇവിടെ യേശു വന്നാൽ നിന്റെ ജീവിതം മുകളിലേക്കാണ് ഉയരേണ്ടത്, താഴോട്ടില്ല. ഇരുന്നോ? ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു വലിയ ഒരു തെളിവാണ്, ഒരു ആ ജീവിതത്തിലുള്ള ഉറപ്പാണ്, യേശുവിൽ ആശ്രയിച്ചവൻ താഴോട്ടില്ല. സ്തോത്ര, ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരുവൻ ദൈവത്തെ ആശ്രയിച്ചാൽ ആദ്യം അവനെ അനുഗ്രഹിക്കുന്ന, അവന്റെ അനുഗ്രഹം അവന്റെ ഭൗതിക മേഖലയിൽ, ആത്മീയ മേഖലയിൽ എല്ലായിടത്തും ഉണ്ടാവും. വിശ്വസിക്കുന്നോ? ദാവീദിനെ അനുഗ്രഹിച്ചപ്പോൾ ദാവീദിനെ മാത്രം, വീട് ഇപ്പോഴും തൊഴുത്തിനകത്ത്. അങ്ങനെ ആയിരുന്നോ? അല്ല. പത്രോസ് എന്ന് പറഞ്ഞു, നിനക്ക് ഇവിടെയും കിട്ടും, നിനക്ക് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നിനക്ക് കിട്ടും, 100 മേനി നിനക്ക് കിട്ടും അധികമായിട്ട്. ഈ പത്രോസിന്റെ വീടൊന്ന് കാണണം. എന്നാൽ 2000 വർഷം മുമ്പുള്ള പത്രോസിന്റെ വീട് ഒരു ഗ്രാൻഡ് ബംഗ്ലാവായിരുന്നു. ഞങ്ങൾ പത്രോസിന്റെ വീട് കാണാൻ പോയിട്ടുണ്ട്. 18 20 റൂംസാണ് ആ തറക്കല്ല് കണ്ടിട്ട്. സ്റ്റാൻഡേർഡ് റിച്ചായിട്ട് അവരെല്ലാം ജീവിച്ചേ. സ്തോത്ര, ഹല്ലേലൂയ. ദൈവത്തിൽ വന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഭക്ഷണവും അപ്പക്കൊട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും എന്നാ പറഞ്ഞ. ഇവിടെ അനുഗ്രഹത്തിൽ ഭക്ഷണവും അപ്പക്കൊട്ടയും എല്ലാം ഉണ്ടെന്ന്, എന്നൊരു ആ കിച്ചൺ വരെ അനുഗ്രഹിക്കപ്പെടുമെന്ന്. സ്തോത്ര, ഹല്ലേലൂയ. ഇന്ന് തന്നെ ആ മാവ് പിടിച്ച പഴയ ഗ്യാസ് സ്റ്റവ് ഒക്കെ ആക്രിക്ക് വിറ്റ് നല്ലത് വാങ്ങി വെക്കണം കേട്ടോ. മാവ് കുഴയ്ക്കുന്ന കല അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ആദ്യം അറ്റ്ലീസ്റ്റ് സ്റ്റൗ എങ്കിലും നന്നാക്കണം. നമുക്ക് ശ്രദ്ധിക്കുക. ഹല്ലേലൂയ. യേശുവേ ആരാധന. ഒരു നല്ല ഒരു ലൈഫ് സ്റ്റൈൽ ദൈവം നിനക്ക് തന്നിട്ടുള്ളതാ. ഞാനിന്ന് തരുന്ന കൽപ്പനകൾ നീ അനുസരിച്ചാൽ നിന്റെ ഭവനം, ഭക്ഷണവും പാനീയം എല്ലാം അനുഗ്രഹിക്കപ്പെടും. സ്തോത്ര, ഹല്ലേലൂയ. പാടാൻ അറിയുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? അറ്റ്ലീസ്റ്റ് ഞാൻ പാടും, ബാത്റൂമിലെങ്കിലും പാടും എന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? കുറച്ച് കൈ. ഇനി കൈ താത്തിക്കോ. പാടാൻ ആഗ്രഹമുണ്ട് നല്ലോണം, പക്ഷെ എനിക്ക് വലിയ കഴിവില്ല. അങ്ങനെയുള്ളവരൊന്ന് കൈ ഉയർത്താവോ? ആത്മാർത്ഥമായിട്ടൊന്ന് പൊക്കിക്കേ. നാണക്കേടൊന്നും വിചാരിക്കണ്ട. ഞാനും പൊക്കി. കൈ പൊങ്ങുന്നില്ല. പാടാൻ കഴിവില്ല നമുക്ക്. കഴിവില്ല. പാട്ടൊരു കഴിവ്, ഒരു ജന്മ ടാലൻ്റാണ് പാട്ടെന്ന് പറയുന്നത്. ഇൻബോൺ ആണ് സംഗീതം എന്ന് പറയുന്നത്. നമുക്കതിനെ പോളിഷ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പോളിഷ്ഡായിട്ട് വരും. പക്ഷേ ശാസ്ത്രം പറയുന്നത് ടാലൻറ്റും സ്കില്ലും രണ്ടുണ്ട്. സ്കില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചെടുക്കുന്ന, ഡ്രൈവിങ് പഠിച്ചെടുക്കുന്ന ഒന്നാണ്. പക്ഷെ ടാലൻ്റ് എന്ന് പറഞ്ഞാൽ പഠിച്ചെടുക്കുന്നതല്ല, നീ ഉണ്ടാകുമ്പോഴേ നിന്നിൽ ഉണ്ടാകണം. ഇതാണ് ആ കഴിവ്, അല്ലേ? ഇപ്പം ശില്പി, എല്ലാവർക്കും ശില്പം കൊത്താൻ പറ്റുമോ? ഇല്ല, അത് അവൻ്റെ കഴിവാണ്. ഡ്രോയിങ് ചെയ്യുന്നവൻ, ചിലർ വരയ്ക്കും, ചിലർ വരയ്ക്കാതിരിക്കുന്നതാണ് നല്ലത്, അല്ലേ? അപ്പോൾ അതവൻ്റെ കഴിവാണ്. ചിലർ പാടും, അതവൻ്റെ കഴിവാണ്. എന്നാൽ സയൻസ് പറയുന്ന, അല്ലെങ്കിൽ ലോകം പൊതുവെ പറയുന്നത്, നിനക്ക് പാടാൻ കഴിവില്ലാത്തൊരുവനാണെങ്കിൽ നിനക്ക് പാടാൻ പറ്റത്തില്ല, നീ എത്ര ശ്രമിച്ചാലും പറ്റത്തില്ല. ഇതാണ് ആര് പറയുന്നത്? ലോകം പറയുന്നത്. എന്നാൽ യേശുവിൽ വന്നാൽ കളി മാറി. യേശുവിൽ വന്നാൽ നിന്റെ ലോകത്തിൻ്റെ നിയമത്തിന് നീ പുറത്താ. ലോകത്തിൻ്റെ പ്രിൻസിപ്പിൾ അല്ല യേശുവിൻ്റെ മക്കൾക്ക്. നിന്റെ സാധ്യത ഭയങ്കര, നിന്റെ സാധ്യത ലോകം പറയുന്ന പോലെ അല്ല എന്ന് പറഞ്ഞ അർത്ഥം, യേശുവിൽ വന്നിട്ട് പാടാൻ നീ ആഗ്രഹിച്ച് നിനക്ക് കഴിവില്ലെങ്കിൽ അതിന് വർക്കൗട്ട് ചെയ്യുന്ന ഒന്നാണ് കൃപ.
കൃപ എന്ന് പറഞ്ഞ നിയമങ്ങൾക്കപ്പുറം ദൈവത്തിൻ്റെ ദാനമാണ് കൃപ. പാടാൻ അറിയാത്തവൻ ഇവിടെ പാടിക്കും ദൈവം. തെളിവുണ്ടോ? വിശ്വാസമുണ്ടോ? ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് വിശ്വാസം പോരാ, അതുകൊണ്ടാണ് ഉറപ്പ് പറയാത്തത്. ഞാൻ പറയും, കാരണം ഞാൻ പാടാൻ അറിയാത്തവനാണ്. ഇപ്പോഴും പാടാൻ അറിയുമെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ പാടാൻ ഒരു കോൺഫിഡൻസ് ഉണ്ട്. കാര്യം എൻ്റെ ഒച്ച ഞാൻ നോക്കുന്നില്ല, എൻ്റെ ശബ്ദം ഞാൻ നോക്കുന്നില്ല, എൻ്റെ കുറവുകൾ നോക്കുന്നില്ല. പാടുന്ന മൊത്തം പിച്ചോട്ട്. ഇന്നലെ കൂടെ വേറെ കുറച്ച് നീ മൊത്തം പിച്ചോട്ടാന്ന് ഞാൻ പറഞ്ഞു. എനിക്കതറിയാം. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് പിച്ചോട്ടാന്നറിയാം. പക്ഷേ ദയവ് ചെയ്ത് ഗുരുജി ഒരു കാര്യം ചെയ്യണം, ഞാൻ പാടിയത് എന്നെ കേൾപ്പിക്കരുത്. കേൾപ്പിച്ചാൽ പിന്നെ എനിക്ക് പാടാനുള്ള ആ കോൺഫിഡൻസ് പോയി കിട്ടും. നീയും വൈജു സ്റ്റുഡിയോയിൽ പാടണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പാടുന്നില്ല, പാടിയാൽ നമുക്കറിയാം വൃത്തികേടാണ്. പക്ഷേ നമ്മൾ പാടും, യേശുവിന് വേണ്ടി പാടും. സ്തോത്ര, ഹല്ലേലൂയ. കാരണം എനിക്കറിയാം ഇതെല്ലാം പിടിപ്പിച്ചത് ദൈവമാ. ഞാൻ ഇതും പിടിച്ചോണ്ട് ജനിച്ചു വന്നതല്ല. ഞാൻ ജനിച്ചത് ഇത് പിടിച്ചോണ്ടല്ല. ഇത് പിടിച്ച് നിന്ന കാല് വിറയ്ക്കുമായിരുന്നു. ഇതെല്ലാം തന്നത് ദൈവമാണെങ്കിൽ ഇനിയും ഇല്ലാത്ത തരാൻ എൻ്റെ ദൈവത്തിന് പറ്റും. ഇത്ര നാൾ ഇല്ലാത്തതാ ഇതൊക്കെ, ഇത്ര നാൾ ഇല്ലായിരുന്നതാ ഇതൊക്കെ. ഇത്ര നാൾ ഇല്ലാത്തതിനെ തരാൻ കഴിയുന്നവെന്ന ഒരു തെളിവാണ്. ഇത് തന്നെങ്കിൽ ഇതിനും വലുത് തരും. ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചേ. ഇത്ര നാളെ നീ ജോലിക്ക് ട്രൈ ചെയ്ത് നടന്നില്ല, എന്നാൽ ഇനി തരണം. യേശുവിൽ സാധ്യം. അതാണ് നമ്മൾ കാട്ടുപാടിയെ എവരിതിങ് ഈസ് പോസിബിൾ. സാധ്യമേ, യേശുവിലെല്ലാം സാധ്യമേ. സ്തോത്ര, ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിച്ചേ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. 1 ദിനവൃത്താന്തം 4:10. 1 ദിനവൃത്താന്തം, ബുക്ക് ഓഫ് ഫസ്റ്റ് ക്രോണിക്കിൾസ് ചാപ്റ്റർ 4:10. എന്താ പറയുന്നത്? 1 ദിനവൃത്താന്തം 4:10. എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടിട്ട് നിങ്ങളുടെ ബുക്കിൽ എഴുതി വെക്കണം. ഒന്ന് വായിച്ചേ. അവൻ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരുത്തൻ ജാബേസ് എന്ന് പറഞ്ഞ ഒരു ദൈവദാസൻ, അതായത് യൂദ എന്ന യാക്കോബിന്റെ മകന്റെ മകനാണ് ജാബേസ്. ജാബേസിന്റെ ഒരു പ്രാർത്ഥനയാണ് അവിടെ കാണുന്നത്. ജാബേസ് എന്താ പ്രാർത്ഥിച്ചേ? ഒന്ന് പറഞ്ഞേ, വായിച്ചേ. ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച്. ദൈവമേ, കേട്ടെ, ജാബേസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മളെല്ലാവരും ഇന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. പറ്റുമോ? ശ്രദ്ധിക്കാമോ? ഓ, കേൾക്കുന്നുണ്ടോ? ഒന്ന് റിപ്ലൈ ചെയ്യാമോ? പ്രാർത്ഥിക്കാൻ പറ്റുമോ? ആ പ്രാർത്ഥിച്ചാൽ അടുത്ത പ്രാവശ്യം ഇവിടെ ഇരിക്കുന്നത് കളർ മാറും. ആ കളർ മാറുന്ന പഴയ ചുരിദാറൊക്കെ മാറ്റി പുതിയ ചുരിദാറെങ്കിലും ഇട്ടുകൊണ്ട് വരണം. ഒന്ന് പ്രാർത്ഥിച്ച വചനം ഒന്ന് വായിച്ചേ. ദൈവമേ, അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണം. എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ. എൻലാർജ് മൈ ടെറിട്ടറി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്റെ അതിരുകൾ വിസ്തൃതമാക്കുക എന്ന് പറഞ്ഞ ബൈബിൾ പറയുന്നത്, പണ്ട് നീ 2 സെന്റ് സ്ഥലത്താ കിടന്നെങ്കിൽ നാളെ എനിക്കൊരു നല്ല വീട് വേണം. പണ്ട് സൈക്കിളാണ്, അതിന് നല്ലൊരു ടയർ പോലും ഇല്ലായിരുന്നതാണ്. എന്നാൽ നാളെ ഒരു ബൈക്കെങ്കിലും വേണം. പഴയൊരു വണ്ടിയാണ് കർത്താവെ, കുടുംബമായിട്ട് പ്രാർത്ഥനയ്ക്ക് വരേണ്ട കാറെങ്കിലും വേണം. 45 ഡിഗ്രിയാണ് തിരുവനന്തപുരത്ത്, ചൂടെങ്കിൽ ഒന്ന് AC എങ്കിലും ഇട്ട് വരാൻ ഒരു നല്ല വാഹനം തരണം. അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെല്ലാം നല്ല വിദ്യാഭ്യാസം നേടണം. എൻ്റെ സ്ഥിതിയൊക്കെ ഒന്ന് മാറണം. ഇതൊക്കെ പ്രാർത്ഥന വിഷയമാണ്. നിന്റെ അതിരുകൾ വിസ്തൃതമാക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുക. ജാബേസ് പ്രാർത്ഥിച്ചു, കർത്താവെ, പഴയ പോലെ കിടന്നാൽ പോരെ, എന്നെ അനുഗ്രഹിക്കണം. ഒന്നായിട്ട് പറഞ്ഞേ, കർത്താവായ യേശുവേ, എന്റെ അതിരുകളെ വിസ്തൃതമാക്കണമേ. എന്റെ കഴിവുകളെ അനുഗ്രഹിക്കണമേ. എന്റെ ഭവനത്തെ അനുഗ്രഹിക്കണമേ. എന്റെ ജോലിയെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കുക, ഹല്ലേലൂയ. എന്റെ അതിരുകൾ വിസ്തൃതമാക്കണം. പഴയ രീതി കിടന്ന പോരെ, ഒന്ന് മാറണം. സ്തോത്ര, ഹല്ലേലൂയ. യേശുവേ ആരാധന. പണ്ടൊക്കെ കൊക്കിൽ ഒതുങ്ങുന്ന കൊത്തു എന്ന് പറയും. അവൻ്റെ ബജറ്റ് വെച്ച് കൊക്കിൽ ഒതുങ്ങുന്ന കൊത്താം. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. നിന്റെ അപ്പൻ റിച്ച ആരാ? യാഹ്വേ. നിന്റെ അപ്പൻ എല്ലാത്തിൻ്റെ ഉടയവനാ. സ്തോത്ര, ഹല്ലേലൂയ. യേശുവേ ആരാധന. അവൻ അസാധ്യ കാര്യങ്ങളെ നടത്തിത്തരും. അസാധ്യ കാര്യങ്ങളെ നടത്തിത്തരും. എങ്ങനെയെന്നറിയില്ല, നടന്നു. എങ്ങനെയെന്നറിയില്ല, നടക്കും. സ്തോത്ര, ഹല്ലേലൂയ.
ഇത് എങ്ങനെ നടക്കുമെന്ന് വിചാരിക്കും, പക്ഷെ ദൈവം നടത്തി കഴിയുമ്പോഴേക്കും ദൈവമേ എന്നെ കൊണ്ട് ഇത് പറ്റുമായിരുന്നോ? സ്തോത്രം, ഹല്ലേലൂയ. എന്നുള്ളത് നമ്മുടെ ചിന്ത നമുക്ക് പറ്റുന്നതേ നമ്മൾ കൊത്തുമെന്ന് വിചാരിച്ചിങ്ങനെ നടക്കും. അത് കിട്ടാത്ത കൊണ്ടാണ് ഇപ്പോഴും പഴയതുപോലെ പോകുന്നത്. എന്നാൽ നമ്മൾ എൻ്റെ കഴിവ് എന്നുള്ള ചിന്ത മാറ്റണം എന്ന് പറഞ്ഞ അർത്ഥം നമ്മുടെ ചിന്താഗതികൾ മാറണം. എൻ്റെ കഴിവ് കൊണ്ട് ഒരു വീട് പണിയാം, അന്നേ ഞാൻ വീട് പണിയത്തുള്ളൂ. എൻ്റെ പണം സമ്പാദിച്ചു വെച്ച് ചിട്ടിയൊക്കെ കൂടി 4 ചിട്ടിയൊക്കെ വിളിച്ച് ആ മെല്ലെ കല്ലൊക്കെ ഇറക്കി ആ തറക്കല്ലൊക്കെ ഒന്ന് പണിത് മെല്ലെ ചെയ്യാം. അപ്പോൾ പകുതി വെച്ചിരിക്കുമ്പം ഈ പൈസ തീർന്നു, ഉടനെ എന്ത് ചെയ്യും? വീട് തറയായിട്ട് അവിടെ കിടക്കും, മുകളിലോട്ട് പൊങ്ങത്തില്ല. ഇങ്ങനെയൊക്കെയാണ്. അത് അവനവൻ്റെ കഴിവിൽ ആശ്രയിക്കുമ്പോഴാണ്. എന്നാൽ വചനം പറഞ്ഞ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാർ അധ്വാനിക്കുന്നത് വ്യർത്ഥം. അപ്പൊ ആര് ഭവനം പണിത് തരണം? കർത്താവ് ഭവനം പണിത് തരണം. കർത്താവിനാൽ പണിയിപ്പിക്കണമെന്നേ. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ കണ്ടിട്ടുണ്ട്, കയ്യിൽ ഒരു പൈസയില്ല, കിട്ടിയത് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനോട് ഇങ്ങനെ സമർപ്പിക്കും. കർത്താവേ, എൻ്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, ഇത് വെച്ചൊരു ഭവനം പണിയാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് വീട് പണി തുടങ്ങിയവരെ എനിക്ക് ഇഷ്ടം പോലെ അറിയാം. കാരണം ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡും അത് തന്നെയാണ്. നമ്മൾ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ സമ്പാദ്യങ്ങളെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. നീ അറിയാതെ വഴികൾ തുറക്കാൻ തുടങ്ങും. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് ഭവനം പണിത് തരണം. അവനവൻ്റെ കഴിവിലല്ല ആശ്രയിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കണം, അല്ലേ? അവനവൻ്റെ കഴിവിലല്ല, ദൈവത്തിൽ ആശ്രയിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ കാര്യങ്ങൾ ദൈവം നടത്തി തരും. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ഈ പണം വേണ്ടെന്ന് ദൈവം നടത്തും. നമ്മുടെ എത്ര ബ്രദേഴ്സിൻ്റെ എത്ര വിശ്വാസികളുടെ വീട് ഞാൻ കണ്ടിട്ടുണ്ടെന്നറിയോ? സാക്ഷ്യം, നേരിട്ട് സാക്ഷ്യം. പല വീടുകളിലും ഞങ്ങൾ കുറ്റിയടിക്കാൻ പോയിട്ടുണ്ട്. അവൻ പറയുന്നത് എൻ്റെ ഈ പണമൊന്നുമില്ല, പക്ഷെ ദൈവം മനോഹരമായ ഭവനത്തെ പണിത് കൊടുക്കുന്നത്. പണ്ട് ജീസസിൻ്റെ ഇസ്രയേൽ പോകാനുള്ള ഒരു യാത്ര വന്ന്, ഇസ്രയേൽ ടൂറല്ല, സ്റ്റഡി ടൂർ. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളൊന്നാണ് എന്താ, ഇസ്രയേൽ സന്ദർശിക്കുക എന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. നിങ്ങളെവിടെയൊക്കെ പോവും? പരമാവധി കോവളം ബീച്ച് വരെ പോവും. എവിടം വരെ പോവും? ഈ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്തേക്ക് ടൂറ് പോയവർ മാത്രം ഒന്ന് കൈ പൊക്കിക്ക്. എവിടെ പോയി? മൈസൂർ, ഊട്ടി, പരമാവധി അവിടം വരെ. എവിടെയൊക്കെയാ അതിൻ്റെ പുറത്തേക്ക് പോയൊരു കൈ വെറുതെ? ഹൈദരാബാദ് പോയി. പിന്നെ എവിടെയൊക്കെ പോയി? ബോംബെക്ക് പോയി. പിന്നെ എവിടെയൊക്കെ പോയി? മൂന്നാർ പോയ ആരെങ്കിലും ഉണ്ടോ? കുറച്ച് പേരുണ്ട്. നമ്മളിവിടേക്കേ പോകത്തുള്ളൂ. ഗുണാക്കേവ് വരെയെങ്കിലും പോവും, അല്ലേ? പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ചിന്തയില്ല. മൈസൂർ, ഊട്ടി, കൊടൈക്കനാൽ, മൂന്നാർ, ഹൈദരാബാദ്, ഡൽഹി, മുംബൈ. ഇതിൻ്റെ അപ്പുറത്തേക്ക് മലയാളിക്ക് വേറെ ഫിക്സ്ഡാ. നിൻ്റെ ചിന്ത പരമാവധി അത്രയേ ഉള്ളൂ. കാരണം എനിക്കിത്രേ പറ്റത്തുള്ളൂന്നേ, കൊക്കിലത്രേ ഒതുങ്ങത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ബജറ്റ് എന്ന് പ്ലാൻ ചെയ്യും, നമ്മളതിൽ പ്ലാൻ ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച, എൻ്റെ ഒരു എക്സാമ്പിളാണ്. 2016 ഒക്ടോബർ മാസം 21-ാം തീയതിയാണ് ജീസസ് ആദ്യമായിട്ട് ടൂർ പോകുന്നത്. അതൊരു ബുധനാഴ്ച ദിവസമാണ്. ടൂറിന് എത്ര പേര് പോകാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനും ചാടി ആദ്യം പേര് കൊടുത്തു. മോഹൻചാടോട് പറഞ്ഞു, അച്ഛാ എൻ്റെ പേര് എഴുതാൻ പറഞ്ഞ്. പൈസ ഇല്ലെന്നുള്ളത് എനിക്കറിയത്തുള്ളൂ. 1 ലക്ഷം രൂപ ഉണ്ടാക്കണം. എല്ലാ ചിലവുകളും കൂടെ 1 ലക്ഷം രൂപയെങ്കിലും വേണം, ഏറ്റവും കുറഞ്ഞത്. എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷെ ഞാൻ പേര് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ വിശ്വസിച്ച് ദൈവം നടത്തും. പക്ഷെ എങ്ങനെ നടത്തും? നോ ഐഡിയ. എല്ലാ ദിവസവും അച്ഛൻ വിളിക്കും, ബ്രദറേ സമയമായി. ഞാൻ പറയുന്നത് നോക്കട്ടെ അച്ഛാ, ശരിയാക്കാം എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കാൻ. 1 ലക്ഷം രൂപ കൊടുത്താൽ ടിക്കറ്റ് വിസയൊക്കെ അടിക്കണ്ടേ? അപ്പോൾ നേരത്തെ പൈസ കൊടുക്കണം. ഒരു ബുധനാഴ്ച ദിവസമാണ് പോകേണ്ടത്. ആ ആഴ്ചയുടെ തിങ്കളാഴ്ച ദിവസം രാവിലെ 10 മണിക്ക് എൻ്റെ കയ്യിൽ വെറും 2000 രൂപ മാത്രമേ ഉള്ളൂ നീക്കിയിരിപ്പായിട്ട്. ഞാൻ എല്ലാ വഴികളും നോക്കി, അറിയാവുന്നവരോടെല്ലാം ചോദിച്ചു, സഹായം കിട്ടിയില്ല. അന്നത്തെ സാഹചര്യത്തിൽ അന്ന് നടന്നില്ല. പണയം വെക്കാൻ എൻ്റെയൊക്കെ ഓൾറെഡി പണയത്തിലായിരുന്നു അന്നേരം. പിന്നെ ഒന്നുമില്ല. പിന്നെ എന്തോന്ന് വെക്കും? ഒന്നുമില്ല.
എനിക്ക് മനസ്സിലായി ഇത് എന്നെ കൊണ്ട് വർക്കൗട്ട് ചെയ്യത്തില്ല എന്ന് മനസ്സിലായി. കാരണം ഞാൻ കൂട്ടിയെ കൂടുന്നില്ല. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പോയി മുട്ടുകുത്തി കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച്, ഇനി ഇസ്രായേൽ എന്നെ കൊണ്ടുപോകണമെങ്കിൽ അത് നീ കൊണ്ടുപോകുന്നതാണ്. എൻ്റെ കഴിവ് കഴിഞ്ഞു കർത്താവ്, ഇവിടം വരെ ഉള്ളൂ എൻ്റെ കപ്പാസിറ്റി. ഞാൻ എത്ര ഓടിയിട്ട് നടക്കുന്നില്ല കാര്യങ്ങൾ. ഇനി എന്നെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നീ കൊണ്ടുപോയത് അത് ഉറപ്പാണ്. കാരണം എൻ്റെ കഴിവ് തീർന്നു, എൻ്റെ കയ്യിലൊന്നുമില്ല. 2, നീ എന്നെ കൊണ്ടുപോവാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടിയൊരു കാര്യം ചെയ്യാം. എൻ്റെ മരണം വരെ ഞാൻ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ ഞാൻ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായ കാര്യങ്ങളെ വെച്ചുകൊണ്ട് നിൻ്റെ വചനത്തെ സത്യമായി പറയാൻ ഞാൻ ശ്രമിക്കും. ഞാൻ മരണം വരെ അത് ചെയ്തോളാം. കൊണ്ടുപോകാമോ? ഒരു റിപ്ലൈ ഇല്ല. 11 മണിക്കാണ് പ്രാർത്ഥിച്ചത്. 10 മണി വരെ എൻ്റെ കാശില്ല. 10-11 മണി ഇടയ്ക്ക് എപ്പോഴോ പ്രാർത്ഥിച്ചത്. 11:30 ആയപ്പോൾ എൻ്റെ ഒരു ആൻറ്റി എന്നെ വിളിച്ചു. നീ ഇസ്രായേലിൽ പോകേണ്ട ഒരു കാര്യം എന്തോ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞുണ്ട്. കാശുമില്ല. ഞാൻ പറഞ്ഞു ഒന്നും ആയില്ല. എന്നാ നീ ഇവിടം വരെ വരാൻ പറഞ്ഞ്. സ്തോത്ര, ഹല്ലേലൂയ. എനിക്ക് ഇച്ചിരി കാശ്, ഫുള്ളല്ല, ഇച്ചിരി കാശ് എടുത്തു തന്നു. അതെല്ലാം അടച്ചു തീർക്കാൻ. അങ്ങനെ 2000 രൂപ മാത്രമുള്ള ഞാൻ അച്ഛൻ വിളിച്ച് പൈസ കൊടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ബുധനാഴ്ച പോകണം, ടിക്കറ്റ് എടുക്കണം, അപ്പോൾ ഇതിൻ്റെ കാശെല്ലാം വേണം. 2000 രൂപ വരെ ഉള്ള ഞാൻ 11:30 ആയപ്പോൾ കുറച്ച് കാശായി, 12:30 ആയപ്പോയി, 1 മണിയായപ്പോയി. വൈകുന്നേരം 4 മണിക്ക് ഞാൻ ഞാൻ കർത്താവോട് പറഞ്ഞു, മതി. 1 ലക്ഷം വേണ്ടിയിരുന്ന എൻ്റെ അക്കൗണ്ടിൽ 1,24,000 രൂപ വന്നിട്ട് വീണ്ടും പൈസ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, മതി കർത്താവേ, മതി ദൈവമേ, ഇത് ഞാൻ അടച്ചു തീർക്കണമല്ലോ. പക്ഷെ അതെല്ലാം ദൈവം അടച്ചു തീർപ്പിച്ച്. ഇപ്പൊ തിരിഞ്ഞു നോക്കുക, ഹൗ ഇറ്റ് ഹാപ്പൻഡ്. എനിക്കറിയത്തില്ല എങ്ങനെ നടന്നെന്ന്. ഞാൻ മുട്ടുകുത്തി ഞാൻ കരഞ്ഞുപോയി. എൻ്റെ ദൈവം നടത്തുന്നല്ലോ. എനിക്ക് കൂടാത്തതിൻ്റെ ദൈവം ചേർത്ത് തന്നു. എന്നെ കൊണ്ട് സാധിക്കാതെ ഇങ്ങനെയാണ് പല കാര്യങ്ങളും. മാറാൻ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം മാറ്റും. ആദ്യം നിന്റെ മനസ്സ് വെക്കണം, എനിക്കൊന്ന് ഉയരണം. ആദ്യം നീ മനസ്സ് വെക്കണം, എനിക്കൊന്ന് മാറണം. ആദ്യം നീ മനസ്സ് വെക്കണം, കർത്താവിനോട് ആശ്രയിക്കണം. ഇത് ദൈവത്തെ ആശ്രയിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഒരു രാജ്യത്ത് പോകാൻ കയ്യും കാലം പിടിച്ച് പ്രാർത്ഥിച്ച ഞാൻ ഇപ്പം 6 രാജ്യങ്ങളാണ് യാത്ര ചെയ്യുന്ന. 6 രാജ്യമായി ഞാൻ പോയത് ജീസസിൻ്റെ കൂടെ. സ്തോത്ര, ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. ഇനിയും കർത്താവ് പറയും നിന്നെ കൊണ്ടുപോകും. ഞാൻ പറഞ്ഞു, ഞാൻ കർത്താവ് എന്നെ കൊണ്ടുപോയാൽ ഞാൻ പോകാം. രാജ്യം കാണാനല്ല, നിന്റെ വചനം പ്രഘോഷിക്കാൻ ഞാൻ പോകാം. സ്തോത്ര, ഹല്ലേലൂയ. എനിക്കും വലിയ ആഗ്രഹമുണ്ട്. ഫോറിനേഴ്സിൻ്റെ മുമ്പിൽ ബോങ്കയുടെ സ്റ്റേജ് പോലെ ലക്ഷക്കണക്കിന് ആൾക്കാരുടെ മുൻപിൽ അവരെ ശുശ്രൂഷിക്കാൻ, ധ്യാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കണം. നീ ആദ്യം നീ പ്രാർത്ഥിക്കണം. നിന്റെ വളർച്ച എങ്ങനെ വേണമെന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കണം. മഴ പെയ്യുമ്പോൾ, ഇപ്പോൾ മഴ വരിക, മഴ പെയ്യുമ്പോൾ ചോരുന്ന വീടുകളിൽ കിടക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കണം. നല്ല ഭവനം ദൈവം തരണം. കടലാക്രമണം വരുമ്പോൾ വീടിന്റെ അടുക്കളക്കകത്ത് തെരയ അവസ്ഥ നമുക്കറിയാം. മാറ്റം വേണം ദൈവമേ എന്ന് പ്രാർത്ഥിക്കണം. അടുത്ത മഴയ്ക്കെങ്കിലും അടിത്തറ ഇളകാതിരിക്കട്ടെ എന്നല്ല, അടുത്ത മഴയ്ക്ക് ഇവിടെ നിന്ന് മാറി വേറെ സ്ഥലത്ത് ദൈവം തരട്ടെ. സ്തോത്ര, ഹല്ലേലൂയ. ആദ്യം ഈ മനസ്സിനെയാണ് നിങ്ങൾ ഒരുക്കേണ്ടത്. ആ വിശ്വാസത്താലാണ് സംഭവിക്കുന്നത്. വിശ്വാസ വീരന്മാരെല്ലാം അങ്ങനെ വിശ്വാസത്താൽ ഏറ്റെടുത്തത്. നിയമാവർത്തന പുസ്തകം 19:9. കർത്താവിനെ സ്നേഹിക്കുകയും എന്നും അവിടുത്തെ വഴിയിൽ നടക്കുകയും ചെയ്താൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് ശപഥം ചെയ്തിട്ടുള്ളത് പോലെ നിന്റെ രാജ്യത്തിന്റെ അതിർത്തി വിസ്തൃതമാക്കി. നിന്റെ അതിർത്തി വിസ്തൃതമാക്കും. നിന്റെ പിതാക്കന്മാരോട് പറഞ്ഞിട്ടുള്ളത് പോലെ ദൈവം നിന്റെ അതിർത്തികളെ വിസ്തൃതമാക്കും. എങ്ങനെ ചെയ്താൽ? എന്തൊക്കെയാ പറയുന്നത്? കർത്താവിനെ സ്നേഹിക്കണം. 2, എന്നും അവിടുത്തെ വഴിയിൽ നടക്കണം. അവിടുത്തെ വഴിയിൽ നടക്കണം. 2 കാര്യങ്ങളെ നിങ്ങളോട് ആവശ്യപ്പെടുന്നുള്ളൂ. എന്തൊക്കെയാ ഒന്ന് പറയാമോ? ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. എന്തൊക്കെയാ? കർത്താവിനെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ വചനം അനുസരിക്കുക എന്നർത്ഥം. ആദ്യം വചനം അനുസരിക്കണം. 2, അനുസരിക്കുക എന്ന് പറഞ്ഞാൽ വചനം കൽപ്പിച്ച പോലെ നീ നടക്കണം. വചനം അരുതെന്ന് പറയുന്നത് നീ ചെയ്യരുത്. മനസ്സിലാവുന്നുണ്ടോ?
വചനം പറയുകയാണ്, നിന്റെ സഹോദരനോട് നിങ്ങൾക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ നീ ബലിവസ്തു അർപ്പിക്കാൻ കുർബാനയ്ക്ക് പോകരുത്. നിങ്ങളെ കൽപ്പന ചെയ്യുന്നുണ്ടോ? നാക്ക് നീട്ടൂല. പോയിട്ട് രാവിലെ തന്നെ അനിയനോട് തെറി പറഞ്ഞിട്ടാണ് അവിടെ പള്ളിയിൽ ചെന്നിട്ട്. പിള്ളേരൊക്കെ ഉണ്ടോ ഇവിടെ? അപ്പനും അമ്മയും ചീത്ത പറഞ്ഞിട്ടാണ് പോയിട്ട് കുർബാന സ്വീകരിക്കാൻ നിൽക്കുന്നത്. അമ്മായിയമ്മനെ കുറ്റം പറഞ്ഞിട്ടാണ് കുർബാന സ്വീകരിക്കാൻ നിൽക്കുന്നത്. സഹോദരങ്ങളെ ചീത്ത പറഞ്ഞിട്ടും ശകാരിച്ചും ശപിച്ചിട്ടുമാണ് ബലിവസ്തു നീ ബലിയർപ്പിക്കാൻ പോയിരിക്കുന്നത്. കൽപ്പനാ ലംഘനമാണ്. ആദ്യം നീ കൽപ്പനകളെ പാലിക്കാൻ പഠിക്കണം, എന്നാലാണ് അനുഗ്രഹം ഉണ്ടാകത്തുള്ളൂ. ജീവിതമെല്ലാം വചനവിപരീതം, പ്രാർത്ഥിക്കുന്നത് അനുഗ്രഹം വരട്ടെ, വരത്തില്ല. കൽപ്പനകളെ പാലിക്കുമ്പോഴാണ് അനുഗ്രഹം ലഭിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. കൽപ്പനകളെ പാലിക്കുന്ന ഒരുവനാണെങ്കിൽ ഇന്ന് കാണുന്ന സ്ഥിതിയല്ല, ഇനി ദൈവം വളർത്തും, സ്ഥിതിഗതികളെ ദൈവം മാറ്റും. വിശ്വസിക്കുന്നുണ്ടോ? ദൈവവചനം ഒരുവനിലേക്ക് വന്നാൽ അവൻ്റെ ചിന്താഗതി മാറുമെന്നാണ് പറയുന്നത്. വിശ്വസിക്കുന്നുണ്ടോ? ആ ദൈവവചനം നമ്മൾ ഉള്ളിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ പഴയ സാഹചര്യങ്ങളെല്ലാം മാറണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ആ പെയിൻ്റ് അടിക്കാത്ത വീടൊക്കെ എന്ത് ചെയ്യും? ഒന്ന് പെയിൻ്റ് അടിക്കും. ചോരുന്ന ഓടൊക്കെ എന്ത് ചെയ്യും? മാറിയിട്ട് ഷീറ്റ് ഇടുകയോ വാർക്കുകയൊക്കെ ചെയ്യാനുള്ള ആഗ്രഹം വരും. ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, എൻ്റെ സ്ഥിതി ഒന്ന് മാറണം എന്നുള്ള ആഗ്രഹം. ഇവിടെ ഇതൊക്കെ ഒന്ന് മാറ്റണമല്ലോ. കുറേ നാളാണ്ട് കഴുക്കോലിൽ നിന്ന് എട്ടുകാലി തോന്നി വരുന്നു സ്പൈഡർമാൻ. ആ സ്ഥിതിയൊക്കെ ഒന്ന് മാറണ്ടേ? ആ പഴയ ലുങ്കിയെടുത്തൊക്കെ കുടയുമ്പോൾ ഇങ്ങനെ നടുക്ക് ഓട്ട കാണും. കത്തിക്കണം അതൊക്കെ. എന്നിട്ട് പുതിയത് വാങ്ങണമെന്ന് ഞാൻ പറയുന്നത്. ചിരി വരുന്നുണ്ടോ? പലരും അരിപ്പയിട്ടുണ്ടായിരിക്കുന്നത് എനിക്കറിയാം. അരിപ്പയല്ല ജീവിതം. ഇതൊക്കെ ഒന്ന് മാറട്ടെ. എത്ര നാളായി. ആദ്യം ഒന്ന് കർത്താവ് ഇതൊന്നും മാറ്റം വേണം, ചിന്താഗതിക്ക് മാറ്റം വേണം. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3:20 വായിച്ചേ. എഫേസ്യർ 3:20. എഫേസ്യർ പുതിയ നിയമത്തിലാ. എന്താ പറയുന്നത്? നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും ആഗ്രഹിക്കണം. നമ്മൾ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ ശക്തി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ആഗ്രഹിക്കണം. എന്തിനാഗ്രഹിക്കുന്നത്? വളരെ കൂടുതൽ ചെയ്ത് കഴിയാൻ പറ്റുന്ന, തരാൻ പറ്റുന്ന ദൈവത്തോട് ചോദിക്കണം. വചനം വായിച്ചോ? ഒന്നുകൊണ്ട് വായിച്ചോ? മനസ്സിലായില്ലല്ലോ എല്ലാവർക്കും. ഒന്ന് ഏറ്റെടുത്തേ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ, നമ്മൾ പ്രവർത്തിക്കുന്ന ദൈവശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും. നീ നിന്റെ വീട് ഓടിടാൻ ആഗ്രഹിച്ചു, ദൈവം വാർക്കയാക്കി തന്നു. അതാണ് ചോദിക്കുന്നതിലും വലുത്. ഇനി അടുത്തത് ആഗ്രഹിക്കുന്നതിലും വളരെ അതിലും വളരെ കൂടുതൽ. ആഗ്രഹിക്കുന്നതിലും കൂടുതൽ. സ്തോത്രം, ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ദൈവം തരുമെന്ന്. ആദ്യം ഒന്ന് ആഗ്രഹം ഉണ്ടാകണം, വലുത് നന്നാകാൻ. ആഗ്രഹം ഉണ്ടാകാൻ, വലുതാകാൻ. സ്തോത്ര, ഹല്ലേലൂയ. പറഞ്ഞ മനസ്സിലായോ? ഒരു ആഗ്രഹം വേണം. ആദ്യം ആഗ്രഹിക്കണം മാറണം. നമ്മൾ ആരെ പ്രസംഗിക്കാനാ പോകുന്നേ? യേശുവിനെ. ഞാൻ ചെന്ന് ആരുടെ വീട്ടില്? ജെഫിൻ്റെ വീട്ടിൽ ചെന്ന് യേശുവിനെ കുറിച്ച് പ്രഘോഷിക്കുക. യേശു തന്നെ അനുഗ്രഹിക്കും ജെഫിനെ. യേശു തന്നെ ഉയർത്തും ജെഫിനെ. ജെഫിന് പറയാം ശരി. ജെഫിനെ കാലിലേക്ക് നോക്കുമ്പം എൻ്റെ ചെരുപ്പ് തേഞ്ഞ് ബ്ലേഡ് പോലെയായിട്ട് നടുക്കൊരു ഓട്ട, പഴയ സ്ലിപ്പറില്ലേ. അനുഗ്രഹം പ്രസംഗിക്കുന്നവൻ ദരിദ്രവാസിയായിട്ടാണ് നിൽക്കുന്നത്. അതെങ്ങനെ ശരിയാകും? അതങ്ങനെ പൊരുത്തപ്പെടും? എടാ, അനുഗ്രഹിക്കുന്ന കാര്യം യേശു അനുഗ്രഹിക്കുമെന്ന് പറയുന്നവൻ ആദ്യം അനുഗ്രഹിച്ച് കാണിക്കണ്ടേ? യേശു അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് മെസ്സേജ് പറയാൻ വരുന്നവൻ്റെ ബൈക്ക് 10 പ്രാവശ്യം ചവിട്ടിയാലേ അതൊന്ന് അനങ്ങുള്ളൂ. ഒന്ന് സ്റ്റാർട്ടാകണമെങ്കിൽ ചവിട്ടണം. ഈ പണ്ട് കാലത്ത് ഞങ്ങൾക്ക് ഫോൺ വരുമ്പോൾ പൊതുജന സമക്ഷം ഫോൺ എടുക്കത്തില്ല. മാറിപ്പോയിട്ട് എടുക്കും. കാരണം എൻ്റെ ചാത്തം ഫോൺ ആൾക്കാർ കാണരുത്. ഇത് ലോക്കൽ സാധന. നല്ലതായി നല്ല ആൾക്കാരുടെ ഇടയിൽ നമ്മുടെ ലോക്കൽ എടുക്കാൻ നമുക്ക്. സ്തോത്ര, ഹല്ലേലൂയ. എനിക്കുണ്ടായിരുന്നു. തേഞ്ഞു തീർന്ന നശിച്ച പൊട്ട ഫോണുകളായിരുന്നു ഒരു കാലത്ത്. അന്നേരം ആൾക്കാരുടെ ഇടയ്ക്ക് നമുക്ക് ഇതെടുക്കാൻ ഭയങ്കര നാണം. ഞാൻ ക്രിസ്തുവിന് വരുന്നതിന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. ഒരു നല്ല ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ, ഒരു കല്യാണ സ്ഥലത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനിൽ എല്ലാവരും കാറി വരുമ്പോൾ നമ്മൾ പൊട്ട വണ്ടിയും പൊട്ട ഹെൽമെറ്റിലും ചെല്ലുന്ന ആരും കാണത്തില്ല, പക്ഷേ ഇറങ്ങുന്ന എല്ലാവരും കാണും. തിന്നു കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് ഇറങ്ങാൻ നിൽക്കുമ്പം
എല്ലാവരും നല്ല ഹുണ്ടായി അൽക്കാസറൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ ഹീറോ ഹോണ്ട CD ചവിട്ടി സ്റ്റാർട്ടാവില്ല, തെങ്ങിൻ്റെ മറവിൽ കൊണ്ടിട്ട് കുറേ ചവിട്ടും, സ്റ്റാർട്ടായിട്ട് ആരും കാണാതെ ന്യൂട്രലിൽ സ്കൂട്ടാവും. കണ്ടാൽ നാണക്കേടാ, കാരണം നമുക്ക് പൊട്ട സാധനമുള്ള. ദൈവം എത്ര നാളെ ഇങ്ങനെ കഷ്ടതയിലും ദാരിദ്ര്യത്തിലും പോകുന്നു, ഒരു മാറ്റമില്ലല്ലോ. ചിലവരുടെ ഫോണിങ്ങനെ എടുത്ത ചെലന്തി വലയാണ്, ചില്ല് പൊട്ടി സ്ക്രീനും പോയി ടേപ്പ് ഒട്ടിച്ച് നക്കി ഒട്ടിച്ചൊക്കെ വെച്ചേക്കുക, ഫോൺ തൊടാൻ പറ്റത്തില്ല. അവൻ്റെ ഫോണിൻ്റെ കവറൊന്നും മാറ്റിയിട്ട് 50 വർഷമായി കാണാം. അതൊന്ന് തുറന്നു നോക്കണം, ചെളി ഇങ്ങനെ അട്ടിയായിട്ട് വരും. അറ്റ്ലീസ്റ്റ് യു ഹാവ് ടു ചേഞ്ച് യുവർ ഫോൺ കവർ. ഞാൻ പറഞ്ഞത് ഫോൺ കവർ, നോട്ട് ഫോൺ നമ്പർ, കവർ ഓഫ് ദ ഫോൺ. ഇതൊന്ന് പൊട്ടിച്ച ചെളി ഉണ്ടോ എന്ന് നോക്കണം, കാരണം ഇത് ഒട്ടിച്ച് വെച്ചേക്കല്ല, നക്കി ഒട്ടിച്ച് വെച്ചേക്കുക. അതിൻ്റെ ഇടയ്ക്ക് മഞ്ഞൾ, മുളക് പൊടി, മീനിൻ്റെ ഇത് എല്ലാം ഉണ്ടാവും. മീൻ അടുക്കള കിടക്കുകയല്ലേ ഈ സാധനം. പിള്ളേർ മൂത്രമൊഴിച്ചതിൻ്റെ മുകളിലാണ് ഫോൺ കിടക്കുന്നത്, ഫോൺ ഇങ്ങനെ തെന്നിപ്പോവും ചിലരുടെ. കാരണം കൊച്ചു ചെറുക്കൻ ഇങ്ങനെ ഗെയിമും കളിച്ചിട്ട് അതിൻ്റെ മുകളിൽ മൂത്രമൊഴിച്ചിടും. ആ ഫോൺ ഇങ്ങെടുത്തിട്ട് നീ എപ്പോഴാണ് വരുന്നത്? പലരുടെയും ഗതികേടാന്ന് ഞാൻ പറയുന്നത്. എൻ്റെ പെങ്ങളുടെ ഫോണുണ്ട്, ഞാൻ അവളോട് പറഞ്ഞു നീ ഈ സാധനത്തെ കത്തിച്ച് കളയണം, നിനക്ക് ഇൻഫെക്ഷൻ ആവും. കാരണം കൊച്ചിൻ്റെ എല്ലാം ഇതിനകത്തുണ്ട് 1 and 2. ആ ഫോണെടുത്ത് അവൾ ഫോൺ വിളിക്കുന്നത്. കൊച്ചുങ്ങളെ ഈ കളിപ്പിക്കുമ്പോഴേ നിങ്ങൾ അറിയാതിരിക്കാൻ ഈ ഫോൺ എടുത്ത് കൊടുത്തിട്ട് അവളുടെ വഴിക്ക് പോവും. കൊച്ചത് കൊണ്ട് എന്തൊക്കെ കാണിക്കുന്നത്, ഇതിൽ കളിക്കും, കൊച്ചിനും ഉറങ്ങും, കുറച്ചും അതിൻ്റെ മുകളിൽ കയറി എല്ലാം സാധിക്കും. ഞാൻ പറഞ്ഞത് സ്ഥിതിഗതികൾ മാറണം എന്നാണ് പറഞ്ഞത്. ഈ പഴയതൊക്കെ മാറ്റി. എന്തിനാ ഗതികേട്? നിന്റെ അപ്പനാരാ? യാഹുവയാ. നമുക്കുള്ള ധൈര്യം എന്നാണെന്നറിയോ? യേശു കൂടെ ഉണ്ടെന്നുള്ളതാ. സ്തോത്ര, ഹല്ലേലൂയ, യേശുവേ ആരാധന. എന്തും നടക്കും. ഇന്നലെ രാത്രി നമ്മുടെ ഷൈനി സിസ്റ്ററും കുറേ പിള്ളേർക്കെല്ലാം ഈ കർണാടക നേഴ്സിംഗ് ഉള്ളതുകൊണ്ട് എൻട്രൻസ് എഴുതാൻ ഇപ്പോൾ അങ്ങോട്ട് പോകണം. കുറേ പിള്ളേരുമായിട്ട് നമ്മുടെ ഷൈനി സിസ്റ്റർ കർണാടക എൻട്രൻസ് എഴുതാൻ പിള്ളേരെയും കൊണ്ട് പോയി. അവിടെ ചെന്നപ്പോഴാണ് കേരളം മുഴുവനുണ്ട്. അവിടെ എല്ലാം കുറ്റിയും പറിച്ച് വന്നേക്കുക. തിരിച്ച് ട്രെയിനിൽ ടിക്കറ്റ് പോട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് അടുക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് ബുക്ക് ചെയ്ത് പോയി, ഇങ്ങോട്ട് ബുക്കിംഗ് ഒന്നും കിട്ടിയില്ല. ഇവിടെ എന്ത് ചെയ്യും? ദൈവം എന്തെങ്കിലും നടത്തും. പക്ഷെ ഇന്നലെ രാത്രി റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ ആൾ, ടിക്കറ്റ് കൗണ്ടറെല്ലാം ക്ലോസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ റിസർവേഷൻ എല്ലാം ഇല്ല, ഒന്നും ഫില്ലായില്ല, എല്ലാം ഫില്ലായിപ്പോയി, ഒന്നുമില്ല. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലും കർത്താവിൻ്റെ മക്കൾ AC 2 ടയറിൽ രാജകീയമായിട്ട് കിടന്നുറങ്ങി പുതച്ച് കുളിരൊക്കെ കൊണ്ട് സുഖമായിട്ട് ഇവിടെ എത്തി. എന്നിട്ട് പറയാം, ടിക്കറ്റും ഇല്ല, റിസർവേഷൻ ഇല്ലാത്ത ഞങ്ങൾ AC ഉറങ്ങി വീട്ടിലെത്തി. 5 മാസം മുമ്പ് ബുക്ക് ചെയ്തവൻ ഇപ്പോഴും വെയിറ്റിംഗ് ലിസ്റ്റിൽ കിടക്കുക. നിനക്ക് ദൈവം ഇമ്പോസിബിൾ നടത്തി തരും. ഇന്ന് രാവിലെ സാക്ഷി പറയും, ഇന്ന് രാവിലെ കേട്ടതാ ഞാൻ പറഞ്ഞത്. നമ്മുടെ ദൈവം റിച്ചാണെന്നേ. ആ ചെലന്തി വല ഫോണൊക്കെ ഒന്ന് എടുത്ത് കളയണം, നല്ലതൊക്കെ വാങ്ങിട്ട് കർത്താവിന് വേണ്ടി പ്രഘോഷിക്കണം ഇതിനകത്തുനിന്ന്. സ്തോത്ര, ഹല്ലേലൂയ. പറഞ്ഞു മനസ്സിലായോ? യേശുവേ ആരാധന. ആ പഴയതൊക്കെ ഒന്ന് മാറാൻ ആദ്യം ചിന്താഗതി മാറ്റണം. ആ പൊട്ട ബൈക്കൊക്കെ മാറ്റി നല്ലതെടുക്ക്. ആ പഴയതൊക്കെ മാറിയിട. ഇതൊക്കെ ഇവൻ പറയാൻ എളുപ്പമാണ്. ഞാൻ പറയുന്നത് കിട്ടിയവനായി പറയുന്നത്. ഒന്നുമില്ലാത്ത ദൈവം നടത്തുക. സ്തോത്ര, ഹല്ലേലൂയ, യേശുവേ ആരാധന. സ്വരം സ്തുതിച്ച കർത്താവായ യേശുവേ അനുഗ്രഹിക്കണമേ. നീ ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയും നിന്നിലിരിക്കുന്ന ശക്തിക്ക്. ആ ശക്തി നിന്നിലുണ്ടെങ്കിൽ നീ ആഗ്രഹിച്ച ചെറുത്, പക്ഷെ ദൈവം തന്നത് വലുത്. നീ ആഗ്രഹിച്ചേക്കാൾ വലുത് ലഭിക്കും. യേശുവേ ആരാധന. സ്വരം സ്തുതിച്ച് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നീ ഫലം പുറപ്പെടുവിക്കും. എന്നിൽ വസിക്കുന്നവനെ ഫലം ലഭിക്കത്തുള്ളൂ. എന്നിൽ ജീവിക്കുന്നവൻ അമർത്തി കുലുക്കി മടിശീലെ ഞാൻ ഇട്ടുകൊടുക്കും. അവനിൽ വസിക്കുന്നവർക്കായി അനുഗ്രഹം. അതുകൊണ്ട് അവനിലൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച, ദൈവം എൻ്റെ അതിർത്തികളെ വിസ്തൃതമാക്കട്ടെ, യേശു എൻ്റെ മേൽ അനുഗ്രഹം നൽകട്ടെ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിക്കട്ടെ. ഒരു വചനം കൂടെ വയ്ക്കുക. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 2-3 വാക്യം. യെശയ്യാ 54-ന്റെ 2-3. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക. അത് ഒന്നോട്ട് വായിച്ചേ മോനെ. യെശയ്യാ 54:1. കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടി ആർക്കുക,
പ്രസവ വേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെന്ന് ഇപ്പൊ ഒന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ. കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല, ദൈവമേ ഞാൻ പ്രാർത്ഥിക്കുന്നത് വിചാരിക്കാത്തത് നടക്കും. ഇമ്പോസിബിൾ വിൽ ഹാപ്പൻ. തലമുറ ഇല്ലാത്തവരെന്ന് പ്രാർത്ഥിക്കുന്നവരെന്ന് പ്രാർത്ഥിച്ചേ. നീ പാടിയ ആർക്ക് നീ ആരാധന കൊടുക്ക്, അത്ഭുതം സംഭവിക്കും. തകർന്ന വീട്ടിൽ കിടക്കുന്നവരൊന്ന് പാടി ആർത്തേ, ഒരു നല്ല ഭവനം ലഭിക്കും. കഷ്ടതയിൽ കിടക്കുന്നവരൊന്ന് പാടി ആർത്ത, നിന്റെ കടബാധ്യതകളെ ദൈവം മാറ്റും. പാടി ആർക്കണം, നിന്റെ കഷ്ടത കിടക്കണം, നീ ആരാധന കൊടുക്കണമെന്ന്. നിന്റെ അവസ്ഥ ദൈവം മാറ്റും, നിന്റെ കഷ്ടത ദൈവം മാറ്റും. കുഞ്ഞുങ്ങൾ തകർച്ചയിലാണ് കിടക്കുന്നത്, പാടി സ്തുതിച്ചേ, കുഞ്ഞുങ്ങളുടെ സ്ഥിതി ദൈവം മാറ്റും. പട്ടിണി കിടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഇസ്രായേലോട് പറഞ്ഞു, ഇസ്രായേലേ, നീ നടാത്ത മുന്തിരി നീ നടും, നീ കുഴിക്കാത്ത കിണറിൽ നിന്ന് കുടിക്കും, വെക്കാത്ത വീട്ടിൽ നീ കിടക്കും. ഇസ്രായേൽ പറഞ്ഞു, പോടാപ്പാ, ഇത് നടക്കാൻ പോകുന്നില്ല. മോശ പറഞ്ഞു, നിന്റെയും എന്റെയും ദൈവമായി ഇത് പറയുന്നത് സംഭവിക്കും. 400 വർഷമായിട്ട് മണൽക്കുഴിയിലും ഗുഹയിലും ജീവിക്കുന്ന പൊടിമണ്ണി കിടന്നുറങ്ങുന്ന അടിമയ്ക്ക് വിശ്വാസം വരുന്നില്ല ദൈവം ഉയർത്തുമെന്ന്. സ്തോത്ര, ഹല്ലേലൂയ. എന്നാൽ ദൈവമാ പറയുന്നത്, നീ നടാത്ത മുന്തിരി നീ തിന്നും, വെക്കാത്ത വീട്ടിൽ നീ കിടക്കും, കുഴിക്കാത്ത കിണറിൽ നീ കുടിക്കും. ഇസ്രായേലെ, നിനക്ക് ഒരുക്കി വെച്ചിട്ടാണ് നിന്നെ ഞാൻ വിളിച്ചേക്കുന്നത് ഈ കസേരയിലേക്ക്. ആദ്യം അനുഗ്രഹം ഒരുക്കിയിട്ട ബിബിനെയും വിളിച്ചത്, ലക്ഷ്മണനെ വിളിച്ചത്, അരുണിനെയും വിളിച്ചത്, എല്ലാവരും വിളിച്ചത്. നിനക്കുള്ള അനുഗ്രഹം വാഗ്ദാനം ആദ്യം ഒരുക്കിയിട്ടാ വിളിക്കുന്നത്. വാ എൻ്റെ വഴിയേ, നിനക്കതാ നിത്യ കൂടാരത്തെ നിന്നെ സ്വീകരിക്കാൻ വിശുദ്ധന്മാർ റെഡിയാണ്. ജീവന്റെ അപ്പം നിനക്കാണ്, ജീവജലം നിനക്കാണ്, 12 ഫലങ്ങൾ നിനക്കാണ്, വിശുദ്ധരുടെ കൂട്ടായ്മ നിനക്കാണ്, പുതിയ ലോകവും പുതിയ ഭൂമി നിനക്കാണ്. എല്ലാത്തിന്റെ അവകാശികളാ. അയ്യോ ചോർന്നേ എന്ന് പറഞ്ഞിരിക്കുന്നത് അവകാശിയാന്നുള്ള ബോധ്യം ആദ്യമാണ്. എത്ര പേര് വിശ്വസിക്കും ഞാൻ നിത്യജീവന്റെ അവകാശിയാണെന്ന്? വാഗ്ദത്ത ദേശത്ത് ഞാനിങ്ങനെ യേശുവിൻ്റെ കൂടെ നടക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ആ ജീവജലത്തിൻ്റെ നദിയിലൊന്ന് നീന്തി തുടിക്കണം എത്ര പേര് ആഗ്രഹിക്കുന്നു? വിശുദ്ധന്മാരെ ഒന്ന് കാണണം എത്ര പേര് ആഗ്രഹിക്കുന്നു? അബ്രഹാം പിതാവിൻ്റെ വീട്ടിലൊന്ന് പോകണം എത്ര പേര് ആഗ്രഹിക്കുന്നു? മോശയെ ഒന്ന് കാണണം, ഏലിയ എങ്ങനെയാ ഇരിക്കുന്നത്, അപ്പോസ്തലനായ യോഹന്നാനും പൗലോസും പത്രോസും ഒക്കെ എങ്ങനെ ഇരിക്കുന്നു, തൻ്റെ സഹദാസരെ കാണാൻ പോകണം. നീ രാജകീയ പുരോഹിത വർഗവും. വചനം ഒന്ന് എടുക്കാവോ? 1 പത്രോസ് 2:9. ഞാനിത് മറക്കത്തില്ല, കാരണം എൻ്റെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇത് കാണാൻ വേണ്ടി ഈ വചനം ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അത് വായിക്കാൻ വേണ്ടി എടുത്തേ. 2:9 വെച്ചാൽ 1 Pത്രോസ് 2:9 കൂടെ വായിച്ച് നമ്മൾ നിർത്തുകയാണ്. നീ ആരെന്നുള്ള ബോധ്യം ആദ്യം വേണം. വായിക്കാം. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും. ഒന്ന്, നീ തിരഞ്ഞെടുക്കപ്പെട്ടൊരു വംശമാണ്. ഭൂമിയിലുള്ള എല്ലാ ജാതി ഗോത്ര വകഭേദങ്ങളിൽ നിന്ന് മാറ്റി നീ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലുള്ള ഒരു ജാതി വംശവർഗവും കൾച്ചറും നിന്നോട് തുലനം ചെയ്യാൻ പറ്റത്തില്ല. നീ ആ ദൈവത്തിൻ്റെ സ്പെഷ്യൽ, നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നീ തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് പറഞ്ഞാൽ എല്ലാവരെക്കാൾ ടോപ്പ്, ദ സുപ്രീം, ദ പൈനിയർ, നീയാണ് വലുത്. നീ തെരഞ്ഞെടുക്കപ്പെട്ട സ്പെഷ്യൽ വംശമാണ്. 2, രാജകീയ പുരോഹിത ഗണവും. രാജകീയ പുരോഹിത ഗണം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ വിശുദ്ധ തലം, സ്വർഗത്തിലെ ദൈവിക അംശത്തെ കൈക്കൊള്ളുന്നവർ, ദൈവത്തിന്റെ അവകാശം കയ്യിലിരിക്കുന്നവർ. അതാ രാജകീയ പുരോഹിത ഗണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ശുശ്രൂഷ ചെയ്യുന്ന, ദൈവം തെരഞ്ഞെടുക്കപ്പെട്ടവർ. അപ്പൊ നീ ഒരു വിശുദ്ധ വംശമാണ്, നീ രാജകീയ പുരോഹിത വംശം ആണ്. അടുത്തത് വിശുദ്ധ ജനതയും ദൈവത്തിന്റെ സ്വന്തം. 3 വിശുദ്ധ ജനതയാണ്. 4 ദൈവത്തിന്റെ സ്വന്തം, ദൈവത്തിന്റെ സ്വന്തം ജനം. ഇത്രയും അവകാശം കയ്യിരിക്കുന്നവനാ കീറ നൈറ്റിയും കഷം കീറിയതും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത്. തേഞ്ഞ ചെരുപ്പും പഴയ 10 വർഷം മുമ്പുള്ള ഹെൽമെറ്റും പഴയ മൊബൈലും പഴയ എല്ലാം പഴയത്. രാജകീയ പുരോഹിതൻ്റെ മൊബൈൽ കാണണം. പിന്നെ ദേവി ചെയ്തവനെ വീട്ടിൽ സഭയെ കയറ്റത്തില്ല. പുരോഹിതൻ്റെ മൊബൈൽ മുഴുവൻ വലയാണ്. അങ്ങനെയല്ല, നീ നിസ്സാരനല്ല. അത്ര ദൈവമാണ് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നീ വളരാനുള്ളതാ, നശിക്കാനുള്ളതല്ല.
എല്ലാവരും ഇന്ന് ചിന്ത മാറ്റണം. ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഗമാണ്, ഞാൻ രാജകീയ പുരോഹിത വർഗമാണ്, വിശുദ്ധ ജനതയാണ്, എൻ്റെ ആബാപിതാവിൻ്റെ സ്വന്തം ജനമാണ്. ഞാൻ ലോകത്തെ പോലെ ആയാൽ ഞാനും ലോകം തമ്മിൽ എന്ത് വ്യത്യാസം? എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥന ഉയരാൻ പോവുക ഒരു മാറ്റത്തിന് വേണ്ടി എത്ര പേർക്ക് ഏറ്റെടുക്കാൻ സാധിക്കും?